ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യമേ തന്നെ ജർമ്മനി തുർക്കിയുമായിട്ട് നടത്തിയിരുന്ന ഒരു ആയുധ ഇടപാട്, അപ്പോൾ അത് ജർമ്മനി പിന്നോട്ട് പോയിരിക്കുകയാണ്. അതായത് തുർക്കിക്ക് ഞങ്ങൾ ആയുധം കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അതേപോലെ യമനിൽ അമേരിക്ക നടത്തുന്ന ആക്രമണം, അതിൽ 70-ലേറെ ആൾക്കാർ കൊല്ലപ്പെട്ടു. അതേപോലെ അവരും തിരിച്ചടിക്കുന്നതൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതിൽ ചില ആധികാരികമായിട്ടുള്ള വിവരങ്ങളൊക്കെ അവർ തന്നെ സ്വന്തമായിട്ട് പുറത്തുവിടുകയാണ്. അതിലൊക്കെ അമേരിക്ക ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും അതിനെതിരെ നടത്തിയിട്ടില്ല. പിന്നെ ഇറാൻ അമേരിക്ക ചർച്ച റോമിൽ നടക്കുകയാണ്. അതിന് ബദൽ ചർച്ചയായിട്ട് ഇസ്രായേൽ ഫ്രാൻസ് ഒരു സൈഡിൽ കൂടെ പാരീസിൽ വെച്ചൊരു ചർച്ച നടത്തുന്നുണ്ട്. അതിലുപരിയായിട്ട് ഫ്രാൻസ് ഇറാനിലേക്കുള്ള യാത്രാ വിലക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമേരിക്ക ചൈനയുടെ മേലിൽ കൂടുതൽ സാങ്ഷൻസുമായിട്ട് വന്നിരിക്കുകയാണ്. അതേപോലെ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഈ കുർദിസ്ഥാൻ ഭാഗത്തുള്ള ആ ഒരു മിലിറ്ററി പോസ്റ്റുകൾ നീക്കം ചെയ്യത്തില്ല. അതായത് കുർദിഷുകൾക്ക് വീണ്ടും ഞങ്ങൾ സെക്യൂരിറ്റി ഉറപ്പുവരുത്തും, റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു പ്രഖ്യാപനം കൂടെ വന്നിരിക്കുകയാണ്. അതായത് സിറിയയിൽ നിന്നുള്ള ബേസുകളെല്ലാം തന്നെ പിൻവലിച്ചാലും കുർദിഷ് മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു 2-3 ബേസുകൾ അവിടെ തന്നെ നിലനിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം ഈ ഒരു ബേസുകൾ പിൻവലിക്കുന്നതിന്റെ ആ ഒരു പ്രൊസീജിയറിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഒരു ഇറാനുമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതൊന്ന് സ്ലോ ഡൗൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ സിറിയയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ടും അമേരിക്ക പിന്മാറും എന്ന് തന്നെയാണ് അവരുടെ ഉറച്ച തീരുമാനം. അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം അതാണ്. പക്ഷെ അത് എത്രമാത്രം ഡിലേ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. ഇതിനകത്ത് ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ ട്രംപ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്, അതായത് ഞങ്ങൾ ഈ ഒരു റഷ്യ ഉക്രൈൻ മീഡിയേഷനിൽ നിന്നും പുറത്തു വരാൻ ആലോചിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ എന്തിനാണ് ഇപ്പൊ ഈ ഒരു യുദ്ധം ഇങ്ങനെ തീർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തത്രപ്പാടുപെടുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അമേരിക്ക ഈ 2 രാജ്യങ്ങളുടെയും ഇടയിൽ ഈ ഒരു യുദ്ധം തീർത്തു വെക്കാൻ ഇടപെടുന്നതിൽ നിന്നും പിന്മാറുന്നു എന്നതിന്റെ അർത്ഥം ഉക്രൈന് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്യും എന്ന് കരുതരുത്. ഉക്രൈന് ഒരു രീതിയിലുള്ള സഹായങ്ങളും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നും കൂടി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്, ഒരു ദിവസം കൂടി ഞാൻ സമയം തരാം, ഈ ഒരു ദിവസത്തിനുള്ളിൽ 2 രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും നിർണായകമായ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ പുറത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക ഇതിൽ നിന്നും കയ്യും കഴുകി പൊടിതട്ടി പോകുന്നതായിരിക്കും എന്ന് വളരെ ഹാർഷായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണത്തിന് യാതൊരു കുറവില്ല എന്നുള്ളതാണ്. ഞാൻ ഇവിടെ വെക്കുന്ന മാപ്പ് ഒന്ന് കണ്ടാൽ മതി. ഇന്നലെ തന്നെ നടത്തിയ ഡ്രോൺ അറ്റാക്കുകളാണ്. റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉക്രൈനിലോട്ട് വന്ന ഡ്രോൺ അറ്റാക്ക് ഉണ്ട്. അതേപോലെ ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് റഷ്യയിലേക്ക് പോയ ഡ്രോൺ അറ്റാക്കുകളുടെ മാപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ റെഡ് കളറിൽ കാണുന്ന പോർഷൻസ് റഷ്യയാണ്, ഈ ഗ്രേ കളറിൽ കാണുന്ന പോർഷൻസ് ഉക്രൈനാണ്. അപ്പൊ അതിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തുള്ള ഡോട്ടുകളെല്ലാം തന്നെ ഒരു അറ്റാക്കാണ്. അപ്പൊ ഇതിനകത്ത് ഗാങ്സ്, യൂറോപ്യൻ ഗാങ്സ്, അവരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ യൂറോപ്യൻ ഗാങ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അവർ ഈ ഒരു യുദ്ധം നിർത്താൻ തീരുമാനിക്കുന്നില്ല. പിന്നെ ട്രംപ് 2 ദിവസത്തിന് മുമ്പ് സെലൻസ്കിയെ ഗണ്ണിച്ച് സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ട്രംപും സെലൻസ്കിയും ഓപ്പൺ ആയിട്ട് തന്നെ ബാക്ക് ടു ബാക്ക് സ്റ്റേറ്റ്മെന്റ് വിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ട്രംപ് പറഞ്ഞത് മിൻസ്ക് എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ആ എഗ്രിമെന്റ് പാലിക്കേണ്ടത് ഉക്രൈന്റെ ചുമതലയായിരുന്നു. അത് സെലൻസ്കിയെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചതാണ്. അതുപോലെ ക്രീമിയയുടെ കാര്യം പറഞ്ഞാലും ക്രീമിയ 2014 തന്നെ ഇലക്ഷൻ വെച്ച സമയത്ത് അവിടുത്തെ ജനങ്ങൾ റഷ്യയോടൊപ്പം ചേരണം എന്ന് പറഞ്ഞിട്ട് 96% വോട്ടിട്ട ആൾക്കാരാണ്. ഇപ്പൊ ക്രീമിയ ഇപ്പൊ സബ്ജക്റ്റിൽ തന്നെ ഇല്ല, പക്ഷെ എന്നാലും പുള്ളി അത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അതിലുപരിയായിട്ട് അടുത്ത് വരുന്ന 4 പ്രൊവിൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡോണസ്ക്, ലുഗാൻസ്ക്, സപ്പറോഷ്യ, ഖെർസൺ, ഈ 4 പ്രൊവിൻസുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം റഷ്യ കൈയടക്കി വെച്ചിരിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നതും അങ്ങനെ തന്നെയാണ്, നമുക്ക് മാപ്പിൽ കാണാൻ കഴിയുന്ന അങ്ങനെയാണ്. അപ്പൊ ഇവിടെയൊക്കെ 2022 തന്നെ ഈ 4 പ്രൊവിൻസുകളിലും വോട്ടെടുപ്പ് നടത്തിയതിൽ ഈ 4 പ്രൊവിൻസുകളിലുള്ള ജനങ്ങൾ റഷ്യയോടൊപ്പം ചേരാൻ താല്പര്യമുള്ളതായിട്ടാണ് അവിടെയും റിസൾട്ട് പുറത്തു വന്നത്. ഇതിനെ ബേസ് ചെയ്താണ് മിൻസ് എഗ്രിമെന്റ് ഒക്കെ രൂപപ്പെട്ടു വന്നത്. അപ്പൊ ഈ മിൻസ് എഗ്രിമെന്റും അതേപോലെ തന്നെ റഷ്യയ്ക്കുള്ളിൽ കടന്നു കയറാൻ വേണ്ടിയിട്ട് ചില ഒളിയുദ്ധങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ചില ചാരന്മാരെ രൂപപ്പെടുത്തി ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള അലിഗേഷൻസ് ഒക്കെ ഉക്രൈന്റെ മേളിൽ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാർ പൊട്ടിത്തെറിക്കുക, ഈ പട്ടാള മേധാവിയെ ടാർഗറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ ചാരന്മാർ ചെയ്യുന്നുണ്ടെന്നുള്ള വാർത്തകളും പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയൻ ആണ് ശരിക്കും ഉക്രൈനിൽ യുദ്ധം നയിക്കുന്നത്. അപ്പൊ യൂറോപ്യൻ യൂണിയൻ ശരിക്കും ഒരു സൈഡിൽ ഈ രീതിയിൽ നിൽക്കെ തന്നെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ കണക്ക് സെലൻസ്കി വന്നിട്ട് പറയുകയാണ്, അതായത് പിന്നെ നോർത്ത് കൊറിയ സോൾജേഴ്സ് ഒരു പ്രശ്നമല്ല, നോർത്ത് കൊറിയൻ സോൾജേഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ ചൈനീസ് സോൾജേഴ്സ് ആണ് റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നത്, ചൈനീസ് ആയുധങ്ങളും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചൈനയുടെ മേളിൽ സാങ്ഷൻസ് വരുത്തണം എന്നാണ് സെലൻസ്കി പെട്ടെന്ന് പറയുന്നത്. ചൈന, നോർത്ത് കൊറിയ, ഇറാൻ ഇവരൊക്കെ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് പുതിയ അറിവല്ലല്ലോ. ഇത് ഓൾറെഡി തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അത് റഷ്യ തന്നെ ഓപ്പൺ ആയിട്ട് അംഗീകരിച്ച കാര്യമാണ്. ഇത് പുതിയൊരു സംഭവമല്ല. പിന്നെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ട്രംപിന് ചൈനയ്ക്കെതിരെ കുറച്ച് സാങ്ഷൻസ് കൊണ്ടുവരാൻ ഉപകരിക്കും. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പൊതുവിലെ യൂറോപ്യൻ യൂണിയൻ ഇപ്പൊ 2 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉക്രൈനെ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ 2 വിഷയങ്ങളും ഒരേ വിഷയം തന്നെയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ
ഈ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് കുറച്ച് പഴഞ്ചൻ പാട്ട ആയുധങ്ങളൊക്കെ ഉണ്ട്. രണ്ടാം വേൾഡ് വാർ അവസാനിച്ച സമയം തൊട്ട് കിടക്കുന്ന കുറെ പാട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. തൂക്കി വെക്കുന്നതിന്റെ ഫലമായിട്ട് ശരിക്കും പല രീതിയിലുള്ള ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് ഉക്രൈന്റെ ഭാഗത്തേക്ക് അങ്ങ് ചവിട്ടി തള്ളിവിടുകയാണ്. അപ്പൊ അത് ജസ്റ്റ് ക്ലിയറൻസ് സെയിൽ നടത്തുകയാണ്. അത് നമ്പർ 1. ഇനി ക്ലിയറൻസ് സെയിൽ നടത്തുന്നതിന് പുറമെ ഇവർ തന്നെ കണ്ടുപിടിക്കുന്ന പുതിയ തരത്തിലുള്ള ചില ആയുധങ്ങളൊക്കെ ഉണ്ട്. ചില ലേസർ ടെക്നോളജി ആയുധങ്ങൾ, ചില ഇൻഫ്രാറെഡുമായിട്ട് ബന്ധപ്പെട്ട ചില ആയുധങ്ങൾ, ഇതൊക്കെ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഡ്രോണൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള പുതിയ നവീന തരത്തിലുള്ള പുതിയ ആയുധങ്ങളൊക്കെ കുറേയൊക്കെ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. ആ റിസർച്ച് ചെയ്യുന്ന ആ സംഭവങ്ങളും കൂടി ഉക്രൈനിൽ തന്നെ ഇട്ട് പരീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എവിടെ കൊണ്ടിട്ട് പരീക്ഷിക്കുന്നേ? ഇത്രമാത്രം ലൈവായിട്ട് ഒരു സോൺ കിട്ടുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. ആ നിലയിൽ പരീക്ഷണ കേന്ദ്രം എന്നും കൂടി ഉള്ള അവസ്ഥയിൽ ഉക്രൈനെ അവർ കാണുകയാണ്. അതാണ് നടക്കുന്നത്. അമേരിക്കയുടെ അടുത്ത് യൂറോപ്യൻ യൂണിയൻ ഒരു റിക്വസ്റ്റ് വെച്ചായിരുന്നു. അതായത് റഷ്യയുടെ മേളിൽ ഇനിയും സാങ്ഷൻസ് വേണോ? യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്കത് നിർത്താൻ വയ്യ, എന്നിട്ട് സാങ്ഷൻസ് എടുത്ത് മാറണം. കാരണം ആ രീതിയിലുള്ള എനർജി ഷോർട്ടേജ് ഉണ്ട്. കാരണം റഷ്യ എടുത്ത് വളരെ ചീപ്പായിട്ട് അവർക്ക് എനർജി കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ നല്ല വില കൊടുത്ത് നല്ല ടാക്സും കൊടുത്ത് നോർവേ, അൾജീരിയ, അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് ഇവർ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വൈകാതെ സീസണും കൂടെ മാറും. നല്ല രീതിയിലുള്ള എനർജി കൺസംഷൻ അവർക്ക് ആവശ്യം വരും. അത് നല്ല രീതിയിലുള്ള പൈസയും പോകും. അപ്പൊ പൈസ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യൂറോപ്യൻ യൂണിയന് ഒരു രീതിയിലുള്ള മുൻപിൻ നോട്ടമൊന്നുമില്ല. ആരായാലും പിന്നെ സാങ്ഷൻസ് ഒക്കെ എടുത്ത് മാറണം എന്നൊക്കെ റിക്വസ്റ്റ് ഒക്കെ അവർ കൊടുക്കും. അതിലുപരിയായിട്ട് ഈ ഒരു അമേരിക്കയുടെ താരിഫ് ഇഷ്യൂ ഒക്കെ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ LNGയുടെ സാങ്ഷൻസ് എടുത്ത് മാറ്റിയാൽ എന്താണ് എന്നുള്ള റിക്വസ്റ്റുമായിട്ട് അവർ പോയത്. പക്ഷെ അമേരിക്ക ഇല്ലല്ല, അത് 2027 വരെ നീട്ടാം, അതങ്ങ് നീട്ടി വെക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അവർ ആ രീതിയിലുള്ള നിലപാടാണ് അവരെടുത്തത്. ചൈനയുമായിട്ട് കുറച്ച് അടുക്കാം എന്നുള്ള നിലയിൽ അമേരിക്കയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചൈനയുമായിട്ട് അടുക്കുന്ന രീതിയിൽ യൂറോപ്യൻ യൂണിയൻ ഒരു പ്രവൃത്തി ഇങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കാണ് ഇപ്പൊ പെട്ടെന്ന് ഇതാ ഉക്രൈനിലെ സെലൻസ്കി തന്നെ പറഞ്ഞിരിക്കുകയാണ് ചൈനയുടെ മേളിൽ സാങ്ഷൻസ് ഏർപ്പെടുത്തണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചൈനയുടെ നിർണായക ഓയിൽ റിഫൈനറികൾക്ക് മേളിലെല്ലാം അമേരിക്ക സാങ്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ സാങ്ഷൻസ് ചൈന നേരിടേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് യൂറോപ്യൻ യൂണിയൻ എവിടെയൊക്കെ പോയി ചേക്കേറുന്നോ അവിടെയൊക്കെ സാങ്ഷൻസും മറ്റുള്ള നടപടിക്രമങ്ങളൊക്കെ വരികയാണ്. അത് ബൈ ഡീഫോൾട്ട് വരികയാണ്. അത് അവരുടെ സമയദോഷം എന്ന് പറയണോ അല്ലെങ്കിൽ പക്ഷെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നമ്മൾ നേരെ യമനിലേക്ക് പോവാം. യമനിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്ക തലങ്ങും വിലങ്ങും ആക്രമണം 40 എയർ സ്ട്രൈക്ക് ആണ് ഇന്നലെ നടത്തിയത്. 40 ഈ 40 നടത്തിയതിൽ ഏതാണ്ട് 73 പേര് കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിലുപരിയായിട്ട് യമനി ഹൂത്തികൾ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾ എപ്പോഴത്തെ പോലെ കോമഡി പറയുന്നതല്ല, ഇത്തവണ വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ USS കാൾസ് വിൻസൺ എന്ന ഒരു എയർക്രാഫ്റ്റ് കാരിയറിനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അറ്റാക്കാണ് ഞങ്ങൾ നടത്തിയത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഒരു റീപ്പർ ഡ്രോൺ, MQ-9 റീപ്പർ ഡ്രോൺ 20ാമത്തെ ഡ്രോണിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിരിക്കുകയാണ്. ഈ മാസം തന്നെ ഇത് 4ാമത്തെ ഡ്രോൺ അറ്റാക്കാണ്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 20ാമത്തെ ഡ്രോൺ അറ്റാക്കാണ്. കാൾസ് വിൻസൺ എന്ന് പറഞ്ഞ ആ ഒരു എയർക്രാഫ്റ്റ് കാരിയറിനെ കുറിച്ചുള്ള ഒരു പ്രതികരണവും അമേരിക്കയുടെ ഭാഗത്ത് വന്നിട്ടില്ല. ഇതുവരെ അത് അറ്റാക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ള കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ പൊതുവിൽ അങ്ങനെ കൺഫർമേഷൻസ് വരാറില്ല. ഇനി അഥവാ വന്നെങ്കിൽ തന്നെ പെന്റഗൺ ആയിരിക്കും കുറച്ച് ഡിലേ ടൈം എടുത്ത് കൺഫേം ചെയ്ത് ആ റിപ്പോർട്ട് പുറത്തിറക്കുക എന്നുള്ളത്. ഇതുവരെ ആ ഒരു അറ്റാക്ക് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് വളരെ കൺഫേം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അവർ പുറത്ത് വിടുന്നത്. ഒരു മിസൈൽ തൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ കൺഫേം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പറയുന്നത്. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളാണ് അവരുടെ സൈഡിൽ നിന്ന് വരുന്നത്. ഇതുവരെ നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇനിയും അതിൽ വലിയ മാറ്റം ഉണ്ടാവുമെന്നൊന്നും കരുതാൻ കഴിയില്ല. പിന്നെ ഇതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സാറ്റലൈറ്റ് മാപ്പാണ്. ഇതിനകത്ത് USS കാൾസ് വിൻസൺ എന്ന് പറഞ്ഞ ആ ഒരു ഷിപ്പ് ഈ ഭാഗത്ത് കിടപ്പുണ്ട്. അതേപോലെ തന്നെ USS ട്രൂമാൻ എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് കാരിയറും ഈ റെഡ് സീയുടെ ഭാഗത്ത് കിടപ്പുണ്ട്. ഈ രണ്ടും രണ്ട് ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് മാപ്പ് പുറത്തു വരുന്നത്. ഈ എയർക്രാഫ്റ്റ് കാരിയറുകളൊന്നും എവിടെയും മാറ്റിയിട്ടില്ല. സെയിം ലൊക്കേഷനിൽ തന്നെയാണ് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. UAE, ഇസ്രായേൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സൊമാലിയ ഭാഗത്ത് UAEക്ക് അവിടെ ഒരു പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ UAEക്ക് നിർണായകമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമാണ് ഈ ഒരു സൊമാലിയ. ഈ സൊമാലിയ ഭാഗത്ത് ഒരു റഡാർ സ്റ്റേഷൻ ഇസ്രായേലിന് സ്ഥാപിക്കാനുള്ള പെർമിഷനും ആ ഒരു റഡാർ സ്റ്റേഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു റഡാർ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അത് യമനുമായിട്ട് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് യമനിൽ നിന്നും ഏതെങ്കിലും മിസൈലോ എന്തെങ്കിലുമൊക്കെ പുറപ്പെടുവിച്ചാൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ഇസ്രായേലിന് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ അതിനെ അറിയാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കമാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. ഇത് വലിയൊരു മൂവാണ്. അപ്പൊ ഈ ഒരു നീക്കത്തിന് ഈ ഒരു സപ്പോർട്ട് UAE ഇസ്രായേലിന് കൊടുക്കുന്നതിനെ ചൊല്ലിയാണ് ഇസ്രായേൽ അഭിനന്ദിച്ചിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ലാൻഡ് ഉണ്ട്, സൊമാലി ലാൻഡ്. ഈ സൊമാലി ലാൻഡ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ട്രംപിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതായത് ട്രംപിന് സൊമാലി ലാൻഡുമായിട്ട് നല്ല രീതിയിലുള്ള താല്പര്യമുണ്ട്. അത് ഓൾറെഡി തന്നെ പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സൊമാലി ലാൻഡിൽ ഇൻഫ്ലുവൻസ് കിട്ടിക്കഴിഞ്ഞാൽ, സൊമാലി ലാൻഡിൽ ഒരു അമേരിക്കൻ ബേസും കാര്യങ്ങളൊക്കെ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ
ഈ ഹൂത്തികളെ നിരന്തരം അവിടെ മോണിറ്റർ ചെയ്യാൻ പറ്റും. റെഡ് സീക്ക് അതൊരു പ്രൊട്ടക്ഷനും ആവും. അപ്പൊ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള 2 ബദൽ പ്ലാനുകൾ ഈ ഹൂത്തികളെ നിലക്കി നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്ക, ഇസ്രായേൽ, UAE ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതൊരു നിർണായക ഡെവലപ്മെന്റ് ആണ്. ഇറാനും അമേരിക്കയും തമ്മിൽ റോമില് ഇന്ന് ചർച്ച പുരോഗമിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ മാർക്കോ റൂബിയോയും സ്റ്റീവ് വിറ്റ്കോഫും മിനിഞ്ഞാന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ മാക്രോണെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ചർച്ച ആ രീതിയിൽ ഫലം കണ്ടിട്ടില്ല. അതുകൊണ്ട് ശരിക്കും ആ ഒരു ദൗത്യം ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ നേരെ ഫ്രാൻസ് മാക്രോണോട് പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഇറാനെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ നിലപാട് എന്തായിരിക്കണം എന്നുള്ള നിലയിൽ ഒരു ചർച്ചയാണ് നടത്തിയത്. ആ ചർച്ചയുടെ ഫലമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ ഇറാന്റെ മേളിൽ ഒരു യാത്രാവിലക്ക്, ഫ്രഞ്ച് പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പല രീതിയിലുള്ള സൂചനകളാണ്. അതായത് ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ ആരെങ്കിലും പോയിട്ട് നേരിട്ട് അങ്ങ് ഒരു യുദ്ധമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന പരിപാടിയല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാനെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ വാർത്തയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പ്രിസൈസ് അറ്റാക്കാണ്. അത് ഒരിക്കലും അമേരിക്ക ചെയ്യില്ല, അത് ഇസ്രായേൽ ആയിരിക്കും ചെയ്യുക. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇസ്രായേൽ അതിൽ ട്രെയിൻഡ് ആണ്. ഇസ്രായേൽ അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്രൂപ്സ് ഉണ്ട്. അവർ സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് ആണ്. അവർ കൃത്യമായിട്ട് പോകും. ഈ എയർ ഡിഫൻസ് സിസ്റ്റം എങ്ങനെ കൊലാപ്സ് ചെയ്യണമെന്നും ഏത് രീതിയിലുള്ള സ്റ്റെൽത്തുമായിട്ടാണ് അവർ പോകുന്നത് എന്നുള്ളതെല്ലാം അത് ടോട്ടലി തന്നെ സീക്രട്ട് ആയിട്ടുള്ള ഒരു മിഷനാണ്. ആ മിഷനുമായിട്ടാണ് അവർ പോകുന്നത്. അതിന് സ്പൈ പ്ലെയിനുകൾ അതൊക്കെ അവർ മുൻകൂട്ടി തന്നെ തയ്യാറെടുത്താണ് പോകുന്നത്. ആ രീതിയിലുള്ള ആക്രമണമായിരിക്കും അവിടെ നടത്തുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും കാണെ അങ്ങ് ഇറാന്റെ മേളിൽ പോയി ബോംബിടും എന്നല്ല അതിന്റെ അർത്ഥം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ ഇന്ന് നടക്കുന്ന ചർച്ചയെ ഗണ്ണിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞു പറഞ്ഞാൽ അമേരിക്ക ഏത് മൈൻഡ് സെറ്റിൽ വരുന്നുണ്ട്, ഏത് മെന്റാലിറ്റിയിലാണ് അവരുടെ ചർച്ച വരിക എന്നുള്ളതൊക്കെ ഞങ്ങൾ മുൻകൂട്ടി കരുതി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളുടെ 1000 ജോലികൾ ഇത് ഒരു ജോലി മാത്രമാണ് എന്നുള്ള നിലയിൽ വളരെ ഉദാസീനപ്പെടുത്തിക്കൊണ്ട്, അതായത് വളരെ സില്ലി ആയിട്ട് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്തൊരു മാറ്റർ ആയിട്ട് കരുതിക്കൊണ്ടാണ് ഇവർ സ്റ്റേറ്റ്മെന്റ് പ്രഖ്യാപിച്ചാണ് ചർച്ചയ്ക്ക് പോകുന്നത്. ഒരു ചർച്ചയ്ക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടാണോ പോകേണ്ടത്? അറ്റ്ലീസ്റ്റ് ആ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കണം എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നോട്ട് കൊടുത്തിട്ട് വേണം പോകാൻ. പക്ഷെ ഇവര് ഈ രീതിയിൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചോണ്ടാണ് പോകുന്നത്. അതായത് അപമാനിച്ചുകൊണ്ടാണ് ചർച്ചയ്ക്ക് പോകുന്നത്. അതായത് അവൻ എന്താണെന്ന് നമുക്കറിയാം, പിന്നെ ഞങ്ങൾ അങ്ങ് പോവുകയാണ് ചർച്ചയ്ക്ക്. ആ രീതിയിലാണ്, ആ ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത് ഇറാൻ. നമ്മൾ നേരെ ഗാസയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ ഇന്നലെ ഏതാണ്ട് 35-ലധികം അറ്റാക്ക് ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പൊതുവിൽ വാർത്ത പുറത്തു വരുന്നത്. ഗ്രൗണ്ട് ഓപ്പറേഷന്റെ സമയത്ത് ഒരു ടണൽ കണ്ടെത്തി. ആ ടണലിന്റെ ഉള്ളിൽ കുറെ ഹമാസ് ഭീകരർ അവിടെ പെട്ടുപോയതായിട്ട് വാർത്ത പുറത്തു വരുന്നുണ്ട്. ആ പെട്ടുപോയ അവസ്ഥയിൽ ആക്രമണം കൂടി നടത്തിയപ്പോഴത്തേക്കും ഈ പെട്ടുപോയ ആൾക്കാർ നമ്പേഴ്സ് വ്യക്തമല്ല, അതിലുള്ള ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. അതേപോലെ മുഹമ്മദ് അബ്ദുള്ള എന്ന് പറഞ്ഞ ഹിസ്ബുള്ളയുടെ ഒരു ലീഡറിനെ IDF ഇന്നലെ വധിച്ചിട്ടുണ്ട് ലബനാന്റെ ഭാഗത്ത്. ലബനാനിൽ ഹിസ്ബുള്ളയെയും ആ ഒരു ഗവൺമെന്റിനെയും കൂടി വിമർശിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഞാനൊരു വാർത്ത കണ്ടായിരുന്നു. ലബനാൻ സർക്കാർ ഇസ്രായേലുമായിട്ട് ഒരുമിച്ച് ചേർന്ന് അവിടെ ഹിസ്ബുള്ളക്കെതിരെ പൊരുതുന്നു എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ലബനാൻ ഗവൺമെന്റിൽ ഈ ഒരു ജോസഫ് ആവോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അവിടുത്തെ പ്രസിഡന്റ്, ശരിക്കും അമേരിക്കയുടെയും സൗദിയുടെയും ഒക്കെ താല്പര്യപ്രകാരം അവിടെ നിയമിതനായ വ്യക്തിയാണ്. അയാൾ അമേരിക്കയിൽ നിന്ന് ഇറക്കിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഓപ്പൺ ആയിട്ട് അയാൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അയാൾ ഇസ്രായേലുമായിട്ട് ഒരു പീസ് ട്രീറ്റ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതൊക്കെ തന്നെ അമേരിക്കയിൽ നിന്നും കളിക്കുന്ന കളികളാണ്. ഈ ലെബനാന്റെ ഭാഗത്ത് ജോസഫ് ആവോൻ ഉൾപ്പെടെ ഈ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ടീമിനും അവിടെ സ്വാധീനമുണ്ട്. കാരണം ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളിലാണ് ഹിസ്ബുള്ളയുടെ സ്വാധീനം. അതുകൊണ്ട് ജോസഫ് ആവോന് മാത്രമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു ലാൻഡിന്റെ നേച്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തു വരില്ല. ഇത് ഞാൻ പറയുന്നത് എന്റെ സ്പെക്കുലേഷൻസോ അല്ലെങ്കിൽ എന്റെ അനുമാനങ്ങളോ അല്ല, ഞാൻ പ്രഡിക്ഷൻ അല്ല ഇവിടെ പറയുന്നത്. പക്ഷേ ലെബനാൻ ഗവൺമെന്റ് പറയുന്നത് ഈ ഹിസ്ബുള്ളയും കൂടെ വന്ന് നിങ്ങൾ ആയുധങ്ങൾ താഴ്ത്തിയതുപോലെ ആയി, പക്ഷെ നിങ്ങൾക്ക് മിലിറ്ററി പവർ നഷ്ടപ്പെടുത്തൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഗവൺമെന്റിൽ ജോയിൻ ചെയ്യൂ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾ ഗവൺമെന്റിൽ ജോയിൻ ചെയ്യൂ. ഗവൺമെന്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ ലെബനാൻ നാഷണൽ ആർമിയുടെ ഭാഗമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ജോസഫ് ആവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഹിസ്ബുള്ളയെ ന്യൂട്രലൈസ് ചെയ്യാനും അതിലൂടെ ഇസ്രായേൽ ആർമിയെ ലെബനാന്റെ ഉള്ളിൽ നിന്നും പുറത്താക്കാനുമാണ് ശ്രമിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ IDF-നെ സൗത്ത് ലെബനാൻ ഭാഗത്ത് നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഈ ജോസഫ് ആവോ എന്ന് പറഞ്ഞ ആൾക്ക് അവിടെ ഒരു സുപ്രീമസി കിട്ടും. ആ സുപ്രീമസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജോസഫ് ആവൻ അവിടെ ശ്രമിക്കുന്നത്. കാരണം ഇനി വരും ദിവസങ്ങളിൽ വൈകാതെ തന്നെ അവിടെ ഈ ഒരു യുദ്ധമൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു ഡെമോക്രാറ്റിക് റെവല്യൂഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ ഇലക്ഷൻ നടത്തേണ്ട സാഹചര്യം വരും. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ വിജയിക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ കസേരയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അതിനു വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ നീക്കമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഹിസ്ബുള്ളയുടെ അനുയായികളുമായിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ടും കൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ നാടകമൊക്കെ കളിക്കുന്നത്. അതിനെ ഇസ്രായേലിനെ അനുകൂലിച്ച് അയാൾ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇവിടെ
അടിച്ചിറക്കുന്നുണ്ട് ആൾക്കാർ. അതങ്ങനെയല്ല ശരിക്കും. ഇതാണ് അതിന്റെ ശരിക്കുള്ള നാച്ചർ. അത് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇസ്രായേൽ അവിടെ നിന്ന് പുറത്തു പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുഹമ്മദ് അബ്ദുള്ള പോലത്തെ പല അബ്ദുള്ളക്കളെയും അവിടെ നിന്ന് പറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ക്ലീൻ ആയിട്ട് ഇസ്രായേൽ ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കും. അത് തുടരെ അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അത് ആർക്കും തടയാൻ തന്നെ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് വരുന്ന ശല്യമൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇസ്രായേലിന്. ഇതൊക്കെ വർഷങ്ങളായിട്ട് നടക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഒരു ജോസഫ് ആവോൻ വിചാരിച്ചു കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് ഈ ഹിസ്ബുള്ള തീവ്രവാദികളെയൊക്കെ പിടിച്ച് രാജ്യത്തിന്റെ സോവറൻ ആർമിയായിട്ട് മാറ്റിക്കളയാന്ന് പറഞ്ഞാൽ ഈ ഹിസ്ബുള്ള ഇന്ന് അതിന്റെ ഉത്തരം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ആർമിയായിട്ട് ലയിക്കണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചുള്ള തീരുമാനം ഇന്ന് എടുക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഈ ഹിസ്ബുള്ളയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഇറാനൊക്കെയോ ആയത്തുൽ ഖമനിയൊക്കെ സമ്മതിക്കും? ഇതിന് ഒരിക്കലും സമ്മതിക്കില്ല. അവരുടെ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ ഫണ്ടാണ് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെലവാക്കിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർ ഈ രീതിയിലേ നിൽക്കൂ. അതിലുപരിയായിട്ട് ലെബനാന്റെ ഉള്ളില് തീർച്ചയായിട്ടും അവർ ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ലെബനാന്റെ ഉള്ളില് ഒരു സെക്യുലർ റൂളിങ്ങിന് അവർ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ഒരിക്കലും അവർ ഒരു ജിഹാദ് ഭരണകൂടത്തിനായിരിക്കും അവർ നേതൃത്വം നൽകുക. അല്ലാതെ ഒരിക്കലും അവർ സെക്യുലർ ആയിട്ടുള്ള ഒരു ഭരണകൂടത്തിന് നേതൃത്വം ഒരിക്കലും അവർ കൊടുക്കില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് വെളിയിൽ പുറമേ നമ്മൾ കാണുന്ന വിഷയം മാത്രമല്ല, ഇന്നർ ലെയറിൽ ഒരുപാട് അടിസ്ഥാനപരമായിട്ട് തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ ഇവർ രണ്ടുപേരും ലയിച്ച് വേണമെങ്കിൽ തൽക്കാലം വേണമെങ്കിൽ ഒരു സർവൈവലിന് വേണ്ടിയിട്ട്, ഇസ്രായേലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, IDF-ന്റെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവർ പോയി അവിടെ ചേക്കേറാം. അത് മാത്രമേ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കേണ്ടതുള്ളൂ. 9 C-17 ഗ്ലോബ് മാസ്റ്റർ കാർഗോ ഷട്ടിൽ ഇസ്രായേൽ നെവാറ്റിം എയർബേസിൽ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസം കൊണ്ട് നടക്കുന്ന ഈ ഒരു ഷട്ടിലിംഗ് ആണിത്. എല്ലാം തന്നെ അമ്യൂണിഷൻസ് ആണ്. ഇത് ആരെ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് പറയണ്ടല്ലോ. ശരിക്കും മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിൽ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്. അത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഒരുത്തനും തൊടാൻ പറ്റത്തില്ല, ആ രീതിയിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് ഓപ്പൺ ആയിട്ട് തുറന്നു പറയാൻ ഒരു മടിയില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പൊ ഏതായാലും അടുത്ത അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.